നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറിച്യർ ലഹളയെ കുറിച്ചാണ്. ഇപ്പോൾ കുറിച്യർ ലഹള നടന്ന വർഷം എന്ന് പറയുമ്പോൾ 1812 കുറിച്യർ ലഹള നടന്നത്. ബ്രിട്ടീഷ് കമ്പനി ഭരണത്തിനെതിരെ വയനാടൻ ഗോത്രജന നടത്തിയ ഒരു വീരോചിതമായിട്ടുള്ള സായുധ പ്രതിരോധ സമരമായിട്ട് നമുക്ക് എന്തിനെ പറയാം? കുറിച്യർ ലഹളയിൽ പറയാം. ഇനി ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് നോക്കാം. 1805 പഴശ്ശിരാജാവിൻ്റെ വീരമൃത്യുവിന് ശേഷം വയനാട്ടിൽ ബ്രിട്ടീഷ് കമ്പനി നടപ്പിലാക്കിയ കഠിനമായിട്ടുള്ള റവന്യൂ പരിഷ്കാരങ്ങൾക്കും ചൂഷണത്തിനും എതിരായിട്ട് പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്രക്ഷോഭമായിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ കുറിച്യർ ലഹള എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 1800 നമ്മൾ പഴശ്ശി കലാപത്തിനെ പറ്റി നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പഴശ്ശിരാജാവിൻ്റെ വീരമൃത്യുവിന് ശേഷം വയനാട്ടിൽ ബ്രിട്ടീഷ് കമ്പനി നടപ്പിലാക്കിയ ഒരുപാട് റവന്യൂ പരിഷ്കാരങ്ങൾ, നികുതികൾ, അതിനൊക്കെ എതിരായിട്ട് പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ കുറിച്യർ കലാപം എന്ന് പറയുന്നത്. അതിൽ തന്നെ പറയുന്നത് ഇത് നമ്മുടെ ഏകഗിരിവർഗ കലാപമാണ്. എവിടെ നടന്നത്? ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏക സായുധ ഗിരിവർഗ കലാപമാണ് 1812 കുറിച്യർ ലഹള. 19-ാം നൂറ്റാണ്ടിൽ നമ്മുടെ സാന്താൾ, കുറിച്ചി കലാപങ്ങൾക്ക് പുറമെ നിരവധി ഗോത്ര കലാപങ്ങൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പഹാരിയ കലാപം, കോൾ കലാപം, കാസി കലാപം, ഭീൽ കലാപം, മുണ്ട കലാപം ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ, നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏക സായുധ ഗിരിവർഗ കലാപമാണ് 1812 കുറിച്യർ ലഹള എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ പ്രധാന മുദ്രാവാക്യം എന്ന് നോക്കിയേ. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക, ബ്രിട്ടീഷുകാരെ നാട് കടത്തുക എന്നതായിരുന്നു കലാപകാരികളുടെ പ്രധാന ലക്ഷ്യം. അപ്പം എന്താണ് നമ്മുടെ ഈ ഒരു കുറിച്യർ ലഹളയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രധാന മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ചോദിച്ചിട്ടുള്ളതാണ്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരെ നാട് കടത്തുക എന്നതായിരുന്നു കലാപകാരികളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഗോത്ര പങ്കാളിത്തം? അവരുടെ വയനാട്ടിലെ പ്രധാന ഗോത്ര വിഭാഗങ്ങളായിട്ടുള്ള കുറിച്യരും കുറുമ്പരുമാണ് ഈ കലാപത്തിൽ ഒന്നിച്ച് പങ്കെടുത്തത്. അണിനിരുന്നത് ഇവരൊക്കെ ആയിരുന്നു. ഇനി നേതാക്കളും അതുപോലെ തന്നെ പോരാട്ട കേന്ദ്രങ്ങളുമാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. പ്രധാന നേതാവ് ആരായിരുന്നു? രാമനമ്പി തന്നെയായിരുന്നു. മറ്റു പ്രമുഖർ ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട മറ്റു പ്രമുഖർ? നമ്മുടെ 1000 വീട്ടിൽ കോന്തപ്പൻ, വെൺകലവൺ കേളു എന്നൊക്കെ പറഞ്ഞ്, കേളു ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം എന്ന് പറയുന്നത് ഇനി എന്താണ് ഇവരെ ആക്രമിക്കപ്പെട്ട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നീ ബ്രിട്ടീഷ് സൈനിക ക്യാമ്പുകൾ ഇവരെന്ത് ചെയ്തു? ആക്രമിക്കപ്പെട്ടു. അപ്പോൾ ഒരുപാട് കുറിച്യർ കലാപ സമയത്ത് ആക്രമിക്കപ്പെട്ട ബ്രിട്ടീഷ് കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നിവയൊക്കെ ആണ്. പിന്നെ അതുപോലെ തന്നെ യുദ്ധരീതി എങ്ങനെയായിരുന്നു അവരുടേത്? അമ്പും വില്ലും ഉപയോഗിച്ച് കാടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഗറില്ല പോരാട്ടം, അതായത് ഒളിച്ചു നിന്നുകൊണ്ടുള്ള ആ ഒരു അമ്പയറായിരുന്നു അവർ നോർമലി യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഗറില്ല കലാപം അല്ലെങ്കിൽ ഗറില്ല രീതിയാണ് അവർ ചൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി എന്തായിരുന്നു ഈ കലാപത്തിലോട്ട് നയിച്ച കാര്യങ്ങളെന്ന് ചോദിച്ചാൽ അമിത നികുതി ചുമത്തിയത്, അല്ലേ? ബ്രിട്ടീഷുകാർ ഇവർക്ക് അമിത നികുതി ചുമത്തി. നികുതി പണമായിട്ടാണ് ആവശ്യപ്പെട്ടത്, അല്ലേ? പരമ്പരാഗതമായിട്ട് ഉൽപ്പന്നങ്ങളായിട്ട് നൽകിയിരുന്ന നികുതി പണമായി തന്നെ അടയ്ക്കാനായിട്ട് ഇതുവഴി അവർ നിർബന്ധിതരായി. അതുപോലെ തന്നെ കൃഷിഭൂമി പിടിച്ചെടുക്കൽ, കഠിനമായിട്ടുള്ള നികുതി കൃത്യസമയത്ത് അടയ്ക്കാൻ കഴിയാതെ പാവപ്പെട്ട കർഷകരുടെയും ആദിവാസികളുടെയൊക്കെ കൃഷിഭൂമി ഇവരെന്ത് ചെയ്തു? പിടിച്ചെടുത്തു. അപ്പോൾ എന്താണ് ഈ കലാപത്തിലോട്ട് നയിച്ച കാരണങ്ങളെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം അമിത നികുതി എന്ത് ചെയ്തത്? ഇവർ ചുമത്തിയതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ എന്താണ് ഇവർ എന്ത് ചെയ്തു? നികുതി പണമായിട്ട് മാത്രം. നമ്മുടെ ഈ ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണമായിട്ട് കയ്യിലുണ്ടാവണമെന്ന് നിർബന്ധമില്ല, അല്ലേ? പരമ്പരാഗതമായിട്ട് ഉൽപ്പന്നങ്ങളായിട്ട് വരുന്നു അവർ നൽകിയിരുന്നത്. അത് പണമായിട്ട് തന്നെ അവർ അടയ്ക്കാനായിട്ട് നിർബന്ധിതരായി. പിന്നെ കഠിനമായിട്ടുള്ള നികുതി കൃത്യസമയത്ത് അടയ്ക്കാൻ കഴിയാത്ത പാവപ്പെട്ട ആദിവാസികളുടെ കൃഷിഭൂമി എന്ത് ചെയ്തു? കമ്പനി പിടിച്ചെടുത്തു. അപ്പോൾ അമിത നികുതി ചുമത്തി, നികുതി പണമായിട്ട് തന്നെ ആവശ്യപ്പെട്ടു, കൃഷിഭൂമി എന്ത് ചെയ്തു? ഇവർ പിടിച്ചെടുത്തു. ഇനി എങ്ങനെയാണ് ഈ കലാപം വന്നതിന് ശേഷം ഇത് അടിച്ചമർത്തിയെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ വരവ്. കുറിച്യരുടെ ശക്തമായിട്ടുള്ള അമ്പെയ്ത്ത് പോരാട്ടത്തിന് മുമ്പിൽ തളർന്ന കമ്പനി സൈന്യം മൈസൂരിൽ നിന്നും കാനറയിൽ നിന്നും കൂടുതൽ പട്ടാളത്തെ എങ്ങോട്ടേക്ക് കൊണ്ടുവന്നു?
നമ്മുടെ വയനാട്ടിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ, അങ്ങനെ ഒരു കാര്യം അവർ ചെയ്തതുകൊണ്ട് തന്നെ ഇവർക്ക് അധിക നേരം പിടിച്ചു നിർത്താനായിട്ട് പറ്റിയില്ല. മൈസൂരിൽ നിന്നും കാൻഡറയിൽ നിന്നും കൂടുതൽ ബ്രിട്ടീഷ് സൈന്യം വന്നതോടുകൂടിയാണ് കലാപം മൃഗീയമായിട്ട് എന്ത് ചെയ്ത് അടിച്ചമർത്തപ്പെട്ടത്. ഇനി രാമനമ്പിയുടെ രക്തസാക്ഷിത്വം നോക്കുകയാണെങ്കിൽ ആധുനിക ആയുധങ്ങളുമായിട്ട് എത്തിയ ബ്രിട്ടീഷ് സൈന്യം 1812 മെയ് 8 കലാപം പൂർണ്ണമായി അടിച്ചമർത്തുകയും രാമനമ്പി എന്ത് ചെയ്യുകയും ചെയ്തു, വധിക്കുകയും ചെയ്തു. അപ്പോൾ രാമനമ്പിക്ക് രക്തസാക്ഷിത്വം സംഭവിച്ചു. അതുകൊണ്ട് തന്നെ പതിയെ എന്ത് ചെയ്തു, ഈ ഒരു കലാപം പോവാനായിട്ട് അല്ലെങ്കിൽ കലാപം അടിച്ചമർത്താനായിട്ട് തുടങ്ങി. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് ആരായിരുന്നു? TH ബാബർ ആയിരുന്നു. അദ്ദേഹം തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നു ആ സമയത്ത്. എന്താ അദ്ദേഹം പറഞ്ഞത്? 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ. ഇന്ത്യയിലെ മറ്റു പ്രധാന ഗോത്ര കലാപങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. സന്താൽ കലാപം നടന്നത് എവിടെയാണ്? ബീഹാർ അല്ലെങ്കിൽ ജാർഖണ്ഡ്. സിന്ധു ഖാനു എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം. മുണ്ട കലാപം ഛോട്ടാന ഡെസ്ക് എന്നൊക്കെ പറയുന്ന സ്ഥലം ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ്. അടുത്ത പഹാരിയ രാജ്മഹൽ കുന്നുകൾ ബ്രിട്ടീഷ് കടന്നുകയറ്റത്തിനെതിരെയുള്ള ആദ്യകാല ഗോത്ര സമരമാണ്. കാസി കോൽ ഭീൽ ആസാം മധ്യ ഇന്ത്യയിലൊക്കെയാണ്. പരമ്പരാഗത വനാവകാശങ്ങൾ സംരക്ഷിക്കാൻ നടന്ന പോരാട്ടങ്ങളാണ്. കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിർഭയരായ ഗോത്ര ജനത നടത്തിയതെന്ന് പറഞ്ഞത് ഡോക്ടർ കെ സുരേഷ് സിംഗ് ആണ്. അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ള ഒരു ചരിത്രകാരനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. SCRT കഴിഞ്ഞ മാറുന്നതിന് മുമ്പുള്ള SCRT ഉണ്ടായിരുന്ന ഒരു പോയിന്റാണ്. കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായിട്ടുള്ള ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിർഭയരായിട്ടുള്ള ഗോത്ര ജനത നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതിനെ പറ്റി, കുറിച്യ ലഹളയെ പറ്റിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന്